അറബിക്കടലിൻ്റെ മുത്ത്, പ്രവാസികളുടെ പിതാവ് ഷെയ്ഖ് ഹമദിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ ചില പേരുകൾ വെറും ഭരണാധികാരികളുടേത് മാത്രമായിരിക്കില്ല, മറിച്ച് ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ദാർശനികരുടേതായിരിക്കും. ആഗോള ഭൂപടത്തിൽ ഖത്തർ എന്ന കൊച്ചു രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പിതാവായിരുന്ന അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി എന്ന യുഗപുരുഷൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകൾ. ഒരു രാജ്യം അതിൻ്റെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ആ സമ്പത്ത് മനുഷ്യ നന്മക്കായി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലൂടെയാണ് മഹത്തരമാകുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു തന്ന നേതാവായിരുന്നു അദ്ദേഹം. മണലാരണ്യത്തിൽ നിന്ന് വികസിത ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ന് നാം കാണുന്ന വാനോളമുയരുന്ന ആകാശചുംബികളായ കെട്ടിടങ്ങൾ, ലോകോത്തര സർവകലാശാലകളും അത്യാധുനിക ആരോഗ്യ സംവിധാനങ്ങളും ഷെയ്ഖ് ഹമദ് എന്ന ദീർഘദർശിയായ ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ്. കേവലം പ്രകൃതിവാതക നിക്ഷേപമുള്ളൊരു രാജ്യം എന്നതിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലും കായിക രംഗത്തും സാംസ്കാരിക മേഖലയിലും ഖത്തറിനെ ഒരു വൻ ശക്തിയാക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾക്ക് കഴിഞ്ഞു. ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടും അൽ ജസീറ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമ ശൃംഖലയും ഖത്തർ എയർവേസും ലോകത്തിന് മുന്നിൽ ഖത്തറിൻ്റെ അഭിമാന മുദ്രകളായി മാറിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പ്രവാസികളെ നെഞ്ചേറ്റിയ കാരുണ്യത്തിൻ്റെ തണൽമരം. ഖത്തറിൻ്റെ വികസന ചരിത്രം പ്രവാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് എഴുതാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം ഏറ്റവും നന്നായി ഉൾക്കണ്ട ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അറബ് മണ്ണിലേക്ക് ജീവിക്കാൻ മാർഗം തേടിയെത്തിയ ഏത് രാജ്യക്കാരനെയും ഏത് ഭാഷക്കാരനെയും സ്വന്തം നാട്ടുകാരെ പോലെയാണ് അദ്ദേഹം കണ്ടത്. ഖത്തർ കെട്ടിപ്പടുത്തത് സ്വദേശികളുടെ മാത്രം വിയർപ്പ് കൊണ്ടല്ല, ഇവിടെ എത്തിയ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ കഠിനാധ്വാനം കൂടിയാണ് ഈ രാജ്യത്തിൻ്റെ അടിത്തറ. ഈ ഉദാരമായ ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നയങ്ങളിലും പ്രതിഫലിച്ചിരുന്നത്. ഒരു വിദേശിയെന്ന് അപകർഷതാബോധമില്ലാതെ സുരക്ഷിതത്വത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള അന്തരീക്ഷം ഖത്തറിൽ ഒരുങ്ങിയത് അദ്ദേഹത്തിൻ്റെ കരുതലിലാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും അദ്ദേഹം കാണിച്ച ശ്രദ്ധ ഓരോ പ്രവാസിയുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ്. യുവത്വത്തിലുള്ള വിശ്വാസം, അധികാര കൈമാറ്റത്തിലെ മഹാവിപ്ലവം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിപ്ലവാത്മകവും ദീർഘവീക്ഷണവുമുള്ളതുമായ തീരുമാനം വരുന്നത് 2013 ലോക ചരിത്രത്തിൽ പല ഭരണാധികാരികളും ജീവിതാവസാനം വരെ അധികാര കസേരകളിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുമ്പോൾ ഷെയ്ഖ് ഹമദ് ലോകത്തിന് പുതിയൊരു മാതൃക കാണിച്ചു തന്നു. പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ യുവത്വത്തിൻ്റെ പ്രസരിപ്പിനാണ് സാധിക്കുക എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രിയപുത്രനും ഇന്നത്തെ അമീറുമായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ നേതൃത്വത്തിലേക്ക് രാജ്യത്തിൻ്റെ ചെങ്കോൽ അദ്ദേഹം സ്നേഹപൂർവ്വം കൈമാറി. അധികാരമോഹങ്ങളില്ലാത്ത ആ മഹാമനസ്കത ഖത്തറിന് സമ്മാനിച്ചത് പുതിയൊരു വസന്തമാണ്. അദീർഘവീക്ഷണം എത്രത്തോളം ശരിയായിരുന്നു എന്ന് തുടർന്നുള്ള വർഷങ്ങളിൽ ലോകം കണ്ടു. ഫിഫ ലോകകപ്പ് ഉൾപ്പെടെയുള്ള ആഗോള വിസ്മയങ്ങളിലേക്ക് രാജ്യം കുതിച്ചുയർന്നത് അദ്ദേഹം യുവത്വത്തിൽ അർപ്പിച്ച ആ വിശ്വാസത്തിൻ്റെ കരുത്തിലാണ്. തലമുറകൾ തമ്മിലുള്ള ഈ സമാധാനപരമായ അധികാര കൈമാറ്റം രാജ്യത്തിന് നൽകിയ പോസിറ്റീവ് ഊർജം ചെറുതല്ല. പിതാവ് വെട്ടിയൊരുക്കിയ വികസന പാതയിലൂടെ മകൻ ഖത്തറിനെ ലോകത്തിൻ്റെ
ഏറ്റവും സുരക്ഷിതവും സമാധാനപരവുമായ രാജ്യമാക്കി മാറ്റുമ്പോൾ ആ ദീർഘദർശിയായ പിതാവിൻ്റെ മുഖത്ത് വിരിഞ്ഞത് അഭിമാനത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു. എല്ലാ മതങ്ങളെയും ആദരിച്ച മതേതര ദർശനം ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ പരമാധികാരിയായിരിക്കുമ്പോൾ തന്നെ ഇതര മതസ്ഥർക്കും അവരുടെ വിശ്വാസങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ മതേതര കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ സവിശേഷത. ഗൾഫ് മേഖലയിൽ ഇതര മതസ്ഥർക്ക് ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകിയതും അതിനായി സ്ഥലം അനുവദിച്ചതും അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കതയുടെ തെളിവാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ബുദ്ധമതക്കാരനെയുമെല്ലാം തങ്ങളുടെ വിശ്വാസങ്ങൾ ഭയമില്ലാതെ ആചരിക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഖത്തറിൽ ജീവിക്കുന്ന ഏതൊരു പ്രവാസിക്കും തങ്ങളുടെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന അത്രയും സമാധാനവും സന്തുഷ്ടിയും അനുഭവിക്കാൻ കഴിയുന്നത് ഈ മതസൗഹാർദ്ദ അന്തരീക്ഷം കൊണ്ടാണ്. അദ്ദേഹം നട്ടുനനച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വികസനത്തിൻ്റെയും തണലിലാണ് ഇന്ന് നാം അടങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നത്. ആ വലിയ മനുഷ്യന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് സമർപ്പിക്കാം. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗത്തോപ്പുകളിൽ ഒന്നായി മാറ്റണമേ. വിചാരണകൾ ലഘൂകരിക്കുകയും നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അദ്ദേഹത്തിന് നീ തൗഫീക്ക് നൽകുകയും ചെയ്യണമേ. സ്വന്തം മക്കളെയും രാജ്യത്തെയും യുവത്വത്തെയും വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വത്തിലൂടെ ഈ രാജ്യത്തിന് അദ്ദേഹം സമ്മാനിച്ച സുരക്ഷിതത്വവും സമാധാനവും അഭിവൃദ്ധിയും എന്നും നിലനിർത്തണമേ. ഭരണാധികാരികൾ വരികയും പോവുകയും ചെയ്യാം, എന്നാൽ ജനഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ സിംഹാസനം തീർത്ത ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ത്വാനി എന്ന ആ വലിയ മനുഷ്യൻ ഖത്തറിൻ്റെ മണ്ണും ഈ നാട്ടിൽ ശ്വസിക്കുന്ന ഓരോ പ്രവാസിയുടെയും ഹൃദയവും ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും തീർച്ച.